ഓർമ്മയുണ്ടോ ആ ഒരു ദിവസം? പിന്നെ അത് ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു വലിയ മുഹൂർത്തമായിരുന്നു. 2012 എൻ്റെ ഓർമ്മ. 2013 കാലഘട്ടത്തിലാണ്. അപ്പം അദ്ദേഹത്തിന് മുമ്പിൽ ഒരു കവിത, ഒരു ഇംഗ്ലീഷ് പോയട്രി അങ്ങ് പാടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ഈ സ്ഫടികത്തിലെ ഡയലോഗോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡയലോഗോ പറയുകയാണ് പതിവ്. വേണുഗോപാൽ ചേട്ടൻ അത് മുമ്പ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് അന്ന് വേറൊരു ഇംഗ്ലീഷ് പോയറ്റ് അദ്ദേഹം കുറച്ചു നേരം ഒരു സെക്കൻഡ് വേണു ചേട്ടനെ നോക്കി നിന്നിട്ടാണ് പറയുന്നത്, എന്റെ ശബ്ദം എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു, ചിലപ്പോൾ അത് വേണുവിന് കിട്ടിക്കാണും എന്ന് പറയുന്നത്. അത് സ്റ്റേജ് ഫുള്ള് നിന്ന് കൈയടിക്കുകയാണ്, ചിലർക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. എന്തായിരുന്നു അങ്ങനെ ഒരു പോയം തന്നെ റിസൈറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്? അത് പ്ലാൻഡ് അല്ലായിരുന്നു. അവിടെ സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മുടെ നാവിൻ തുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നൊരു സാധനമാണ് ആ കവിത. ഞാൻ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് അതൊക്കെ പറയാം. ചുമ്മാ ഇംഗ്ലീഷ് പറയുന്നത് ബിക്കോസ് ഐ വാണ്ട് ഓൺലി ക്ലൗഡ് ദാറ്റ് ഫ്ലോസ് ഓൺ ഹാവ് ഹിൽസ് ആൻഡ് ഹിൽസ്. പഠിച്ചു വെച്ചിട്ട് പണ്ടേ പഠിച്ചൊരു പോയോ അത് അന്ന് എനിക്ക് തോന്നി ഇത് നന്നായിരിക്കും. അങ്ങനെയാണ് ആ സ്പോട്ടിൽ അത് വിടുന്നത്. അങ്ങനെ പോയത് അത്. ബിക്കോസ് ഐ വാണ്ട് ലോൺലി ഈസ് എ ക്ലൗഡ് ദാറ്റ് ഫ്ലോസ് ഓൺ ഹൈ വെയിൽസ് ആൻഡ് ഹിൽസ് വെൻ ഓൾ അറ്റ് വൺസ് ഐ സോ എ ക്രൗഡ് എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫോഡിൽസ് beside the lake, beneath the trees, flirting and dancing in the breezes. Can't there's a star that shine and twinkle on the Milky Way. They're stretched in our ending line. ഇത് ഒരുപാട് പേര് ഇപ്പോൾ അനുകരണ കലയിലുണ്ട്, ഒരുപാട് പേര് ഗംഭീരമായിട്ട് ചെയ്യുന്ന മഹേഷ് കുഞ്ഞുമോനെ പോലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ തിലകൻ സാറിന്റെ കേസിലേക്ക് വരുമ്പോൾ കണ്ണടച്ച് കേട്ടാൽ അത് തനി തിലകനാണ്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടില്ലേ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അവതരിപ്പിച്ചുകൊണ്ടായ ആ സമയത്തുണ്ടായ ഒരു എന്താ പറയുക, അത് ദൈവത്തിൻ്റെ കാരുണ്യം കയ്യൊപ്പം ആ ഒരു സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവരുത്താനും അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കുക. പിന്നെ അദ്ദേഹത്തിന് 4 സിനിമ, അദ്ദേഹത്തിന് മരണത്തിന് തൊട്ടും മരണത്തിന് ശേഷവും 4 സിനിമയ്ക്ക് ഡബ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അത് കുഞ്ചാക്കോ ബോബൻ ഒരിക്കൽ ഗോഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ, അതില് ശബ്ദം കൊടുത്തിട്ടുണ്ട്, ഒരു റോളും ചെയ്തിട്ടുണ്ട്. അതെ, ട്രിപ്പിൾ റോളാ. അതെ. അപ്പോൾ ഡബ്ബിങ് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ പോയി. അപ്പം അത് കഴിഞ്ഞ് കുഞ്ചാക്കോ ബോബൻ ഡബ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ തിലകൻ്റെ സൗണ്ട് എപ്പോൾ എടുത്ത് വെച്ചെന്ന് ചോദിച്ചു. സ്പോട്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അത് തന്നെ ഒരു വലിയ ഗിഫ്റ്റ് ഇല്ല അല്ലേ. ഡബ് ചെയ്തിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ, അയ്യോ ഒന്ന് കാണാൻ പറ്റിയില്ല എന്നാ പറഞ്ഞു. അവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞതാ എറണാകുളത്ത്. അദ്ദേഹത്തിന്റെ മരണശേഷം ചെയ്തിട്ടുള്ള ഈ ഡ്രാക്കുള പടത്തില്, അതിലാണ് അന്ന് അത് ചെയ്തത്. തിലകൻ സാർ തന്നെ വേറൊരു കൈൻഡ് ഓഫ് വോയിസ് മോഡുലേഷനിലാണ് ഡ്രാക്കുളയിലത്തെ ഡയലോഗ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ആ ഡയലോഗുകൾ വേണുചേട്ടൻ സ്റ്റേജിൽ ചെയ്ത് കാണിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ശ്രുതി ഉൾപ്പെടെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു അനുഭവം ഉണ്ടായിട്ട്, അത് അന്ന് ടി വിയിൽ കണ്ട് കരഞ്ഞ ഒരുപാട് പേരിൽ ഒരാളാണ് ഞാൻ. ശരിക്കും ഇപ്പൊ തിലകൻ സാറെ അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ നമ്മൾ കണ്ടിട്ടില്ല. അത് അന്ന് സ്ക്രീനിൽ കാണുകയും അതിന് അദ്ദേഹം ഇങ്ങനെയായിരിക്കും ചെയ്തിരിക്കാതെ ചെയ്യുമ്പോൾ അത് ടഫായിരുന്നില്ലേ? ആയിരുന്നു. അത് ഡബ് ചെയ്തത് ആ സമയത്തും വളരെ സാധാരണ തിലകൻ ചേട്ടൻ അഭിനയിക്കുന്ന ഒരു താളവും ഈ സിനിമയിൽ കുറച്ച് ഭ്രാന്തൻ കഥാപാത്രമാണല്ലോ, അപ്പോൾ അതിൻ്റെ താളവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ലിപ്പ് പിടിച്ച് പിന്നെ സൗണ്ട് വേരിയേഷൻ ഭയങ്കരമായിട്ട് ഇത്ര റഫായിട്ട് പുള്ളി ഡബ് ചെയ്ത് വെച്ചേക്കുന്നത്, അല്ല അഭിനയിച്ചേക്കുന്നത് ആ സ്പോട്ടിൽ കിട്ടിയേക്കുന്ന വളരെ കുഞ്ഞു സൗണ്ടല്ലേ നമുക്ക് കിട്ടത്തില്ല, പൈലറ്റ് കിട്ടുന്നത്. അത് പിടിച്ചിട്ടാണ് നമ്മൾ ആ ഡബ് ചെയ്തേക്കുന്നത്. ഭയങ്കര ഉച്ചത്തിലാണ് ഓ ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ് ഇങ്ങനെ ഭയങ്കരമായിട്ടാണ് പോകുന്നത്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പക്ഷെ നന്നായിട്ട് പണിയെടുത്ത് ഞാൻ അതിന്. മറ്റേ ആണെങ്കിൽ തിലകൻ്റെ സാധാരണഗതിയിൽ പോകുന്നത് നമുക്കറിയാം, അതിനൊരു താളമുണ്ട്. തിലകൻ്റെ ശ്രദ്ധിച്ചില്ലേ, ഡയലോഗുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പോലും സാധാരണ നടന്മാർ അഭിനയിക്കുമ്പോൾ ആ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ ഡയലോഗിനൊപ്പം തന്നെ അഭിനയം വരും. പക്ഷെ തിലകൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണോ അത് അതിന് മുമ്പ് കാണിച്ചു തരും. എന്തായെന്ന് ചോദിക്കുമ്പോൾ അതിന് മുമ്പ് എന്തായി ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ. ആ മൂളലിന് മുമ്പ് ഒരു അഭിനയം, ആ മൂളൽ എന്താണെന്ന് ഇട്ട് കൊടുക്കും. അതൊക്കെ ഒരു വല്ലാത്ത എന്താ പറയുക, ഒരു അഭിനയത്തിൻ്റെ അങ്ങേ അറ്റം ചെല്ലാവുന്ന ഒരാൾക്കേ അത് നടക്കത്തുള്ളൂ. അതൊരു താളം. നിങ്ങൾ ചോദിച്ചില്ലേ ഞാൻ ആരാന്ന്, ഒരു വഴിപോകൻ വിശന്നു വലഞ്ഞു വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം അടിഞ്ഞു വിളമ്പത്തിടാൻ ഈ കുട്ടി കാണിച്ച മനസ്സുള്ളൂ. ഇതെല്ലാം താളം പുള്ളിക്ക്. എന്താണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ പ്ലാൻ, ഇങ്ങനൊരു താളം കിടക്കും. മറ്റൊരു നടനുമില്ല. മോശമെന്നല്ല ആരും ഇതിലിങ്ങനെ. അത് പ്രത്യേകിച്ച് അദ്ദേഹം നാടകത്തിൽ നിന്ന് വന്നതിൻ്റെ ഒരു താളമുണ്ട്.
ഈ പ്രതാപേന്ദ്രനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നാടകത്തിൽ നിന്ന് വന്ന ആർട്ടിസ്റ്റുകളാണ്. അതൊക്കെ അഭിനയിക്കും. കേട്ടോടാ ഉണ്ണി, എനിക്ക് ഇവിടെ മാത്രമല്ലടാ പിടി, ഇതിനെല്ലാം ഒരു താളമുണ്ട് പുള്ളിക്ക്. അദ്ദേഹം എനിക്ക് ഏറ്റവും അധികം നാക്കുളുക്കുന്ന പേരുകൾ അതെ, വിളിച്ച ഫെഡറിക്കേ, ലിവോസ്കി. അയ്യോ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഓക്കെ. പത്തനംതിട്ട ജില്ലയിൽ നരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് ഇവിടെയാണ്. എൻ്റെ ചുറ്റുവട്ടം മുഴുവനും സിനിമാ താരങ്ങളാണ്. ഓമല്ലൂർ പ്രതാപേന്ദ്രൻ, ക്യാപ്റ്റൻ രാജു, മോഹൻലാൽ ജനിച്ചത് പത്തനംതിട്ടയിൽ, പാർവതി, അങ്ങനെ എത്ര പേര്, എത്ര അടൂർ പങ്കജം, അടൂർ ഭവാനി, അടൂർ ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. കവിയൂർ പൊന്നമ്മ, അങ്ങനെ എത്രയോ പേര്. വോഡഫോൺ കോമഡി ഷോസിലുടനീളം ടീം ഒരു സക്സസ് തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു സമയത്ത് ഒരു എലിമിനേഷൻ്റെ ഒരു വക്കിൽ വരെ എത്തിയ സമയത്ത് ചെയ്തൊരു സ്കിറ്റ് ഉണ്ട്. ഒരു കള്ളുകൂടിയനായിട്ടുള്ളൊരു ആള് മകൻ്റെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നത്. അപ്പോൾ ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഡ്രസ്സ് മകന് കൊടുക്കുന്ന ഡ്രസ്സ് ഭാര്യയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യുന്ന, അന്ന് സ്ഥിരമായിട്ട് കള്ളുകൂടിയന്മാർക്ക് ഒരു പാറ്റേണും ഉണ്ടായിരുന്നു. സ്റ്റേജിലെ കള്ളുകൂടിയന്മാർക്ക് പല്ല് ഞെരിച്ച് ആടി ഐ മീൻ സുരാജേട്ടനും കലാഭവണിച്ചേട്ടനും ചെയ്തു വെച്ചൊരു പാറ്റേണിന്റെ തുടർച്ചകളായിരുന്നു. പക്ഷെ വേണിച്ചേട്ടൻ ചെയ്തത് വേറെ തന്നെ ഒരു പാറ്റേണിലായിരുന്നു. അപ്പം അത്രയും സക്സസ് ആയിട്ടുള്ള ഒരാൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് നിറഞ്ഞു നിൽക്കാതെ പോയത്? അതൊരു ചോദ്യമായിട്ട് ആളുകൾ ചോദിക്കാറില്ലേ? അതൊരു ചോദ്യമാണ്, അതൊരു ഒന്നൊന്നര ചോദ്യമാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് ആരെയും ഞാൻ ദ്രോഹിച്ചിട്ടില്ല, സ്റ്റേജിൽ വെച്ച് ആരെയും ദ്രോഹിച്ചിട്ടില്ല. പിന്നെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കോമഡി സ്റ്റാർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മൾ ന്യായമില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ പറ്റിയ പരാജയങ്ങളൊന്നും അതായിരിക്കണം. മുയലിനെ കാണിച്ചിട്ട് ആനയെന്ന് പറയുന്നത് നമ്മളത് സമ്മതിക്കണം. അങ്ങനെ പോയാൽ ഒരുപക്ഷെ രക്ഷപ്പെടാൻ പറ്റും. നേരെ പോ, ഇവിടെ പറ്റത്തില്ല. പക്ഷേ ഈ സിനിമയിലായാലും എല്ലാ മേഖലയിലുള്ള ഒരുപാട് പേരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അവരൊക്കെ സിനിമ എടുക്കുമ്പോൾ നമ്മുടെ പേരൊക്കെ പറയാറുണ്ട്, ചർച്ചകളിൽ നമ്മുടെ പേര് വരാറുണ്ട്. പക്ഷേ സിനിമ ആകുമ്പോഴത്തേക്കും നമ്മൾ കാണില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും അന്വേഷിക്കാൻ ഒന്നിനും പോയിട്ടില്ല. പെട്ടെന്നൊരു മാറ്റമായിരുന്നു. എല്ലാവരും ചോദിക്കുക, എന്ത് പറ്റി, നിങ്ങളെന്താ ഫ്രെയിമിൽ വരാത്തത്, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിയാ, എന്തോ പറ്റി, എങ്ങനെയോ പറ്റി. വരും, വരാതിരിക്കത്തില്ല, വരണം, തിരിച്ചു പിടിക്കണം. ഈ വോഡഫോണിൽ ഹിറ്റായിട്ടുള്ള എല്ലാ ആളുകളും പിന്നീട് അതിന് തന്നെ വേറെ പകർപ്പുകളായിട്ടുള്ള റിയാലിറ്റി ഷോകളിൽ മാറി വന്നു. ഈ പല വിധത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാമിൽ വന്നു. ഒരുപാട് പേർ സിനിമയിലും വന്നു. അതിൽ നിന്ന് വന്ന ആളുകളൊക്കെ തന്നെയാണല്ലോ നോബി നെൽസൺ, ബിനോയ് മണി, എല്ലാവരും. ആ പകർപ്പായിട്ടുള്ള റിയാലിറ്റി ഷോകളിലും വേണുഗോപാലിനെ കണ്ടില്ല. ആകെ ഞാൻ കോമഡി ഉത്സവത്തിൽ ഒരു വട്ടം കണ്ടു. പിന്നെ പാടാം നേടാം എന്നുള്ള MG ശ്രീകുമാർ സാറിന്റെ ഒരു ഷോയിൽ ഞാൻ അത് അവിടെ മാത്രമേ ഞാൻ പ്രസൻസ് ആയിട്ട് ഡിജിറ്റൽ പ്രസൻസ് കണ്ടിട്ടുള്ളൂ. ഇടയ്ക്ക് ഫ്ലവേഴ്സിൽ ഇടയ്ക്ക് പോകുമായിരുന്നു, ഇടയ്ക്ക് പിന്നെ മിമിക്രി മഹാമേള. പക്ഷെ അതും വളരെ റയർ ആയിട്ടാണ്. പിന്നെ സിനിമയിൽ ഒരു എപ്പിസോഡും ഉണ്ട്. അതായത് ഡിജിറ്റൽ സാന്നിധ്യം, അതായത് വേണു നരിയപുരം നടിച്ചാൽ വരുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേജ് ഷോയില് വേറെ ആരൊക്കെയോ എടുത്ത വീഡിയോസ് ഒക്കെ. ഇപ്പൊ എല്ലാ മിമിക്രി താരങ്ങൾക്കും സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, അവർക്ക് ഡിജിറ്റൽ പ്രസൻസ് ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ വേണു ചേട്ടൻ അവിടെ എവിടെയും കാണാനില്ല. അതെന്താ, എന്താണെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ളൊരു കാര്യം. അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല, മനസ്സുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെ പറഞ്ഞ ഒരു കയറ്റവും ഒരു ഇറക്കവും ഉള്ളതുപോലെ ഞാനതിനെ അങ്ങനെ കാണുന്നു. ചിലപ്പോൾ ഇനി അടുത്തതൊരു കയറ്റത്തിനുള്ള സമയമായിരിക്കാം. ചിലപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്നവർ നമ്മളെക്കുറിച്ച് വീണ്ടും അറിയാനും നമ്മളെന്താണെന്ന് അറിയാനും ഒക്കെ സാധിക്കുമായിരിക്കും.